السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين، أما بعد. شوقة المستمعين لكم الله، أحمد الإسلام لكم الله، بنستمع الله. സഹപ്രവർത്തകർ, സാമൂഹിക സാമുദായിക മേഖലയിൽ സമന്നതരായി ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പറയാമോ ഇത്തരം വിഷയങ്ങളിൽ തന്റെ സാന്നിധ്യവും പിന്തുണയും കൊണ്ട് പ്രചോദനവും ആവേശവും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ, ഈ ചടങ്ങ് ഏതൊരാണെങ്കിലും സൃഷ്ടാവിന്റെ മുന്നിൽ വളരെ വിലമതിക്കാനാകാത്ത ഒന്നാണ് എന്ന തിരിച്ചറിഞ്ഞോടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുനിയാബാഹം ഉൾപ്പെടെയുള്ള ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള ഈ നാട്ടുകാർ, ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശബ്ദം ശ്രമിക്കുന്ന പരിസരത്തുള്ള സഹോദരിമാരെ, കടക്കൽ പ്രദേശത്ത് മുക്കുന്നം എന്ന ദേശത്ത് ഒരു മുഹമ്മദ് മുസ്തഫ മൗലവി എന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഇന്ന് നമ്മുടെ ദക്ഷിണയുടെ കടക്കൽ അബ്ദുൽ അസീസ് മൗലവിയുടെ അമ്മാവൻ ആണ് അദ്ദേഹം. മുഫാത്തലി കൂടി അല്ലാതെ ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഇരിക്കുന്ന മസ്ജിദിന്റെ ഫ്രണ്ടിലെ ഒരു കൊടിമരത്തിന്റെ ചോട്ടിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഞാൻ അവിടെ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകും. അന്നത്തെ ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് ഒരു കുട്ടി ഒരു മാസത്തിൽ 100 രൂപ തരുന്ന 40 കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസയിലെ അധ്യാപകനായി കുറച്ചു നേരം സേവനം ചെയ്തു. ദർസിൽ പോയി 1 വർഷം തുടങ്ങിയ സമയം. അങ്ങനെ ആ പോകുന്ന വഴിയിൽ നരച്ച ദാടിയിൽ മുടിയെല്ലാം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ ക്രമത്തിൽ പുറകിലേക്ക് വളർത്തി. ഈ 2 ഉസ്താദുമാർക്കും സുപരിചിതമാവാം. ഒരു കാരണവശാലും അവർ മറക്കാനിടയില്ല. അറിവിന്റെയും തസവ്വുഫിന്റെയും വിജ്ഞാനത്തിന്റെയും ഒക്കെ ഒരു വലിയ മഹാപ്രപഞ്ചമായിരുന്നു ആ മനുഷ്യൻ. എന്റെ വളരെ ചെറിയ പ്രായമാണ്. ഞാനവിടെ മദ്രസയിൽ നിന്ന് നടന്നവിടെ വരികയും ഒരു അരമണിക്കൂർ ദിവസവും അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ സംഭാഷണം കേൾക്കാൻ ചെലവഴിക്കുകയും ശേഷം ദർസിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു 2 വർഷക്കാലം തുടർച്ചയായി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ. ഇതിലേക്ക് ആരുടെയും ഉപദേശമില്ല. എന്റെ സ്വയം ഇഷ്ടപ്രകാരം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി പഠിക്കുന്നതാണ്. ദർസിൽ നിന്ന് പഠിക്കുന്നതും നാട്ടിൽ കണ്ടും കേട്ടും പഠിക്കുന്നതിനും അപ്പുറമുള്ള വിജ്ഞാനമായിരുന്നു അതെല്ലാം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മസ്ജിദിനകത്ത് ഒരു മനോഹരമായ തടി അലമാര തുറന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ അത്രയും വലിയ ഗ്രന്ഥങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളിൽ എനിക്കറിയില്ല. അത്ഭുതകരമായ ഗ്രന്ഥങ്ങൾ, കയ്യെഴുത്തിന്റെ മഹാത്ഭുതമായ ഗ്രന്ഥശേഖരം അലമാരയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. പകുതിയൊക്കെ ചിലതൊക്കെ ചിതലെടുത്ത് പോയിട്ടുണ്ട്, ചിലതെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്, ചിലതെല്ലാം പകുതിയുള്ളൂ. അതെല്ലാം എടുത്തു വെച്ചു. അദ്ദേഹം അതിൽ നിന്ന് അടർന്നു പോകാത്ത അക്ഷരങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് എനിക്ക് കുറച്ച് തസവ്വുഫിന്റെ വിജ്ഞാനങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അന്ന് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, കുറച്ചവനെ ഇവരുടെ കാലം കഴിഞ്ഞാൽ ഈ ഒരു മഹാവിജ്ഞാന ശേഖരം ആർക്കാണ് പഠിച്ചവനെ ഈ നേടിയെടുക്കാൻ പറ്റുക? ആ സമയത്താണ് ഉമ്മയിലൊക്കെ മരണപ്പെടുന്നത്. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം അപ്പോൾ അദ്ദേഹം ഉമ്മയിലെ സ്വപ്നം അത്രേ. അതിന് വഫാത്താകുന്നതിന് മുമ്പ് ഗ്രന്ഥക്കെട്ടുകൾ തലയിൽ ചുമന്നുകൊണ്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, ഇത് വാങ്ങാൻ അർഹതപ്പെട്ടവർ കൊണ്ട് ഞാൻ ഇതും കൊണ്ട് മരണപ്പെടുകയാണ്. അതായത് ചില വിജ്ഞാനങ്ങൾ അങ്ങനെയാണ്. അത് തരേണ്ട ആളിൽ നിന്ന് മാത്രമേ നമുക്ക് വാങ്ങാൻ കഴിയൂ. അത് കിട്ടേണ്ട ആളുകളിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ.
മദ്രസയിൽ നിന്ന് കിട്ടുന്നതല്ല, അത് അറബി കോളേജിന്റെ സിലബസിൽ നിന്ന് ലഭിക്കുന്നതുമല്ല. സഹാബികൾ അത്രയും ഉണ്ടായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്ത വിജ്ഞാനം അത് വളരെയേറെ പ്രത്യേകതയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അന മദീനത്തിൽ വാങ്ങിയും പറഞ്ഞത്, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ കവാടമാണെന്ന് പറയാൻ കാരണം അതാണ്. കാരണം ആ വിജ്ഞാനം മറ്റ് സഹാബത്തിന് അത്രമേൽ പ്രാധാന്യത്തോടെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ധാരാളം വിജ്ഞാനം ആ തുറന്ന കടക്കൽ ഉസ്താദിന്റെ അമ്മാവനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഇന്നാണ് എനിക്ക് അദ്ദേഹത്തെ കിട്ടുന്നതെങ്കിൽ എനിക്ക് എന്തൊക്കെ നേടാമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കും. അന്നത്തെ എന്റെ തുണിക്കത്ത് ശരീരത്ത് ആക്കിയൊന്നും തിരിയാത്ത കാലത്ത് എന്നൊന്നും തിരിഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും ഇന്ന ആർത്തി ഉണ്ടാവും, അന്നത്തെ പോലെയല്ലോ. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മുഹിദ്ദീൻ ഇബ്നു അറബിയുടെ ബൈത്തൊക്കെ ചൊല്ലിയത് എനിക്ക് ഓർമ്മയുണ്ട്. സുന്നത്താമേ കരുത്തായിരിക്കും എന്നൊക്കെ പറയുന്ന ധാരാളം മനോഹരമായ തസവുഫിന്റെ ബൈത്തുകളൊക്കെ കണ്ണടച്ചിരിക്കുന്നവർക്ക് നെഞ്ചിൽ കത്തുന്ന ഒരുപാട് കവിതകൾ, അതൊക്കെ. അപ്പൊ അത്തരം വിജ്ഞാനത്തിന്റെ ഒരു ശൃംഖല തന്നെ ഈ പ്രിയപ്പെട്ട ഉസ്താദിന്റെ നെഞ്ചകത്തിലുണ്ട്. അതിനപ്പുറം രസകരമായ കവിതകളും പാട്ടുകളും ചരിത്രങ്ങളും ഉണ്ട്. ഉസ്താദ് ഈ എഴുതിയിരിക്കുന്ന ചില ഗ്രന്ഥങ്ങളൊക്കെ തികച്ചും ആലിമ്യങ്ങൾക്ക് മാത്രം മനസ്സിലാക്കുന്നതാണെങ്കിൽ ചെയ്ത് സാധാരണക്കാർക്ക് ഗുണപ്രദമായതാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള പ്രഭാഷകർക്കൊക്കെ അല്ലെങ്കിൽ പ്രബോധകർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന യാത്ര ചെയ്യുന്നവർക്കൊക്കെ ശരിക്ക് അത് കഴിയും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഇടയിൽ വായന നശിച്ചു പോയല്ലോ. നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, അത് നശിച്ചു പോയി. എല്ലാവരും പറയാൻ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല. അതിന്റെ ഉദാഹരണം ഇന്നത്തെ നിങ്ങളുടെ വീട്ടിലെ പത്രം എവിടെയാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ ഇന്നത് കഴിഞ്ഞു പോയി നോക്കിയാൽ മതി. കാഴ്ചകളുണ്ടാവും, കിച്ചന്റെ ഒരു ഭാഗത്തുണ്ടാവും, പകുതി നനഞ്ഞിട്ടുണ്ടാവും, പകുതിയിൽ പൂച്ച കാക്ഷിച്ചിട്ടുണ്ടാവും. അതുപോലും മഹത്തരമാണ്. ആ പത്രമേഖലയിലും മഹത്തരമാണ്. അതിൽ വരുന്നത് കൊലപാതകങ്ങളും കള്ളത്തരങ്ങളും പിടിച്ചുപറിയും ഒക്കെയാണ്. ഇപ്പൊ നമുക്ക് പഴയതുപോലെ നല്ല വാർത്തകൾ കിട്ടാനില്ല. എന്നാൽ പോലും അക്ഷരങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ആ കണ്ണീരിനെ മറക്കാൻ വായനയിലൂടെ ശ്രമിക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ലൈബ്രറികൾ ഉണ്ടായിരുന്നു പഴയ കാലത്ത്. നിങ്ങളൊക്കെ ചില സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ അന്നൊക്കെ എന്നോട് പറയുമായിരുന്നു, ഉസ്താദെ ഒരു 20 പുസ്തകം ആരെങ്കിലും കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കൂ. ഒരു 10-15 കൊല്ലത്തിൽ ഇത്തരം അങ്ങനെ ഓരോ സദസ്സിലും പറഞ്ഞിട്ടില്ല. ഒരു പുസ്തകം ഞങ്ങൾക്ക് വേണം, ഒരാളോട് 1000 രൂപ പുസ്തകം വാങ്ങിത്തരാൻ പറയൂ. അതിലൊന്നും ആളില്ല, അത് ആവശ്യപ്പെടാനാവില്ല. പഴയ കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലൈബ്രറികൾ ഇനിയുടെയും പെരിച്ചാലിയുടെയും കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു. മക്കൾക്ക് ക്യാരം ബോർഡ് വെച്ച് 4 കസേര കിട്ടതിൽ ഇങ്ങനെ തട്ടിക്കളിക്കാൻ വൈഫൈയും ടിവിയും ഫുട്ബോളും ക്രിക്കറ്റും മാത്രം കൊണ്ട് മൊബൈലിലൂടെ ഗെയിം കളിച്ച് അവിടെ ഇരുന്ന് വരയിക്കുന്ന, പുറത്തിറങ്ങി ഒന്ന് ഒരു കിളിപ്പെട്ട് കളിക്കാനും സാറ്റ് കളിക്കാനും കഴിയാതെ അവിടെ ഇരുന്ന് തന്നെ ബ്രെയിൻ വരവിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ തലമുറ എത്തുകയാണ്. അറിയില്ല, വയൽപ്പാട് ഇത്രയും ആളെ കിട്ടിയത് അദ്ദേഹത്തിന്റെ സുഹൃതം. ഒരിക്കലും വരില്ല. സമ്മത് ഞാന് ഇവരൊക്കെ നമ്മളൊക്കെ പറയാം, അതെന്ത് ഉദ്ഘാടനം, എന്ത് പുസ്തകം, അങ്ങനത്തെ കാലമാണ് വരാൻ പോകുന്നത്. അഹമ്മദ് ഖൈർ സാഹിബിന്റെ പ്രഭാഷണത്തിന്റെ ആ മൈലാപ്പൂർ ഉസ്താദിനെ കുറിച്ചുള്ള വാക്കുകൾ എല്ലാ സ്ഥലത്തും അവഗണന ഉണ്ടാകും. ചില ആളുകൾക്ക് അങ്ങനെയാണ്. കാരണം അവർക്ക് പണം ഉണ്ടാവില്ല, പ്രതാപം ഉണ്ടാവില്ല, എല്ലാം ഉള്ളിൽ കടൽ പോലെ ഒഴിവൊന്നുണ്ടാവും. പക്ഷേ കാട്ടാക്കട മൂന്തൻ എഴുതിയ മുണ്ടൻ കാട്ടാക്കട എഴുതിയ ശബ്ദങ്ങളെ എല്ലാവർക്കും തിമിരം, കണ്ണിലെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വീണം. അതായത് അദ്ദേഹം വളരെ ഈ ലോകത്തിന്റെ പ്രവർത്തനങ്ങളെ കണ്ട് ഇന്നത്തെ അദ്ദേഹത്തിന്റെ കല്ലേറ് കൊണ്ട ഒരു മനുഷ്യന്റെ യാതന പോലെയാണ് അദ്ദേഹം എഴുതി വെച്ചത്. അപ്പൊ അതുകൊണ്ട് മൈലാപ്പൂർ പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ടില്ല, അതോട് തിരികുന്ന സമയം വരുന്നു, ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് അസ്രായിൽ വന്ന മുത്തിനോട് ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ
അയാളോട് ഞാൻ അറിയിക്കട്ടെയോ? അല്ലാഹു റസൂൽ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അറിയിക്കൂ. നിങ്ങൾ എന്ന് വിളിക്കും? യാ റസൂലല്ലാഹ്, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയമല്ലേ ഉള്ളൂ, എന്താണ് ഏറ്റവും പ്രധാനമായി ഞാൻ ചെയ്യേണ്ടത്? ആ പ്രിയപ്പെട്ട മുത്തറസൂൽ മനുഷ്യനോട് പറഞ്ഞു, ഇൽമു പഠിക്കുക. ആർക്കും ചെയ്യാൻ പറ്റാത്തത്, പഠനം നിൽക്കുന്ന സമയത്ത്, വായന നിർത്തുന്ന സമയത്ത്, പത്രങ്ങൾ പോലും ഇതിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത്, ഉസ്താദുമാരുടെ പേരിൽ എഴുതപ്പെടുന്ന സുവനീറുകൾ, അനുസ്മരണ ഗ്രന്ഥങ്ങൾ. ഞാൻ പറയുന്നു, ഓരോ മഹാന്മാരും മരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് നസീഹത്ത് ചെയ്യേണ്ടത്, എന്റെ പേരിൽ അനുസ്മരണ പുസ്തകം നിങ്ങൾ ഇറക്കരുത് എന്നായിരിക്കണം. എല്ലാ സമ്മേളന നഗരിയിലും അനുസ്മരണ പുസ്തകങ്ങൾ, മഹാന്മാരെ കുറിച്ച്, മശായിഖന്മാരെ കുറിച്ച് 250-500 രൂപ കൊടുത്താൽ പുസ്തകങ്ങൾ വാങ്ങും. എന്തിനു വാങ്ങുന്നു? ആർക്ക് വാങ്ങുന്നു? കൊണ്ടുപോയി ചവറ്റുകൊട്ടയിടാൻ, താമസം മാറുമ്പോ അവിടെ നിന്ന് ലോറിയിൽ കയറ്റിക്കൊണ്ടു പോകാൻ, മക്കൾക്ക് പഴണ്ടുണ്ടാക്കി കഴിക്കാൻ. അതിന് ആളില്ലാത്ത കാലമാണ്. അങ്ങനെ എന്തിനാണ് വേസ്റ്റ് എത്തിക്കാൻ മഹാന്മാരെ നമ്മൾ എഴുതി കൂട്ടുന്നത്? ആവശ്യമുള്ളവർ പഠിച്ചോട്ടെ. നിങ്ങൾ എഴുതിച്ചതുകൊണ്ട് വരാൻ പോകുന്ന കാലത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ജീവിച്ചിരുന്ന രണ്ടുപേരെ കൂടെ വളർന്നവർക്ക് വേണ്ടാത്തവരെ ഈ വരാൻ പോകുന്ന കറുത്ത കാലത്ത് നിങ്ങളെ ഏറ്റെടുക്കുമെന്ന് കരുതണ്ട. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്രയും ആളെ ഉസ്താദിന് കിട്ടുന്നത് വലിയൊരു മഹാത്ഭുതമായിട്ട് ഈ കാലഘട്ടത്തിൽ ഞാൻ കരുതുകയാണ്. മക്കളൊക്കെ മൊബൈലിന്റെ, ലാപ്ടോപ്പിന്റെ, കമ്പ്യൂട്ടറിന്റെ പിന്നാലെയാണ്. പുസ്തകങ്ങൾ അവരോട് യാത്ര പറയുകയാണ്. അക്ഷരങ്ങൾ വേദനയോടെ ലൈബ്രറിക്കകത്ത് കരഞ്ഞ് കലങ്ങുകയാണ്. അതിനിടയിൽ ഒരു മനുഷ്യന് എത്രയാണ് ഇങ്ങനെ ഗ്രന്ഥങ്ങൾ എഴുതി തീർക്കാൻ പറ്റുക? എത്ര കഷ്ടപ്പാടുണ്ട്, എത്ര പേന വേണം, എത്ര കടലാസ് വേണം, എത്ര ചിന്തകൾ വേണം ഇങ്ങനെ എഴുതാൻ. എന്നോട് സുഹൃത്തുക്കൾ വാക്കിയാത്തിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം ഒരുപാട് നോവലുകൾ, കഥകൾ ബുക്ക് സ്റ്റാളുകൾക്ക് എഴുതി കൊടുത്തിരുന്നയാളാണ്. അദ്ദേഹം ഇപ്പോ അതൊക്കെ നിർത്തി. അദ്ദേഹത്തിന് എഴുത്തിൽ അംഗീകാരം കിട്ടാത്തത് കൊണ്ട് അംഗീകാരം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. ആ മേഖല നമുക്ക് പറയാൻ പറ്റുന്ന മേഖലയല്ല. പക്ഷെ എന്നാലും അത് എഴുത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുക, അക്ഷരങ്ങളെ സ്നേഹിച്ചവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം ആ സ്നേഹം കൊണ്ട് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചതിന് തീർച്ചയായിട്ടും ഉസ്താദെ നിങ്ങൾ ചെയ്തത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു അക്ഷരം പിറവിയെടുക്കുന്നതിന് ഒരു നിയോഗമുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനിൽ പോയിരുന്നപ്പോ ഓർക്കാത്ത എഴുത്തുകാരില്ല, ഓർക്കാത്ത കവികളില്ല, ഓർക്കാത്ത ചിന്തകന്മാരില്ല, ഓർക്കാത്ത ഗ്രന്ഥകാരന്മാരില്ല. ഒരു ഗ്രന്ഥം ഉണ്ടാവുന്നതിന്റെ പിന്നിൽ മനസ്സും മസ്തിഷ്കവും എത്രയോ ഞെരിഞ്ഞമർന്നിട്ടുണ്ടാവണം, എത്ര ഏങ്ങലിച്ചിട്ടുണ്ടാവണം. ചിലപ്പോ പേനയും കടലാസും മടക്കി വെച്ചിട്ട് രാത്രി ഈ പ്രിയപ്പെട്ടവരിന്ന് കരഞ്ഞിട്ടുണ്ടാവാം. ചില ചരിത്രങ്ങൾ എങ്ങനെയാണ്? കേവലം ഒരു ഈമാനും ഇൽമും മഹബത്തും ഒക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ടവര് പോലും ചില മദീഹിന്റെ വരികൾ എഴുതി തുടങ്ങുമ്പോൾ തളർച്ച അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത്രമേൽ ഇൽമിന്റെയും ഗുരുത്വത്തിന്റെയും മഹത്വത്തിന്റെയും ഉടമയായ പ്രിയപ്പെട്ട ഗുരുനാഥൻ തീർച്ചയായിട്ടും എത്രയോ എഴുത്തുകൾക്ക് പിന്നിൽ കരഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് അതൊന്നും എഴുന്നേറ്റ് നിന്ന് നിങ്ങളോട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ആഫിയത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നേരം പുലരുവോളം അദ്ദേഹം വാചാലമാകുമായിരുന്നു ആ എഴുത്തുകളെ കുറിച്ച്. എനിക്ക് എത്ര തിരക്കുണ്ട് എനിക്കും നിങ്ങൾക്കും. പക്ഷെ എനിക്ക് പോലും അങ്ങനെ വാചാലനാവാൻ കൊതിയാകുകയാണ്. കാരണം എഴുത്ത് അത്രമേൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അതിനെ നിങ്ങൾക്ക് സമ്മാനിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത ഏറ്റവും, ഇന്ന് ഞാനിവിടെ വരാൻ നിർബന്ധമായ അദ്ദേഹം എന്നോട് ചെയ്ത ഏറ്റവും വലിയ ഒരു മഹത്വം എന്ന് പറയുന്നത്, ബഹുമാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 12-ാം തീയതി ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചില്ല. 12-ാം തീയതിയുടെ പരിപാടിയുണ്ട്, നിങ്ങൾ വരുമോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ടോ എന്നല്ല ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും മാറ്റിയിട്ട് വരിക എന്ന് പറയുന്നത് എനിക്കത് നിർബന്ധമായി. ഒരു പക്ഷെ അതിൽ എന്റെ മനസ്സറിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഹിക്മത്ത് കൂടി ഉണ്ടാകാം എന്ന് ഞാൻ മനസ്സിലാക്കാം. അല്ലാതെ ഒരുപാട് ശിഷ്യന്മാരെ വാർത്തെടുത്തയാളും എന്നെക്കാളും അല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്മാരെക്കാളും തലപ്പത്തുള്ള ഉസ്താദുമാർ പോലും അദ്ദേഹത്തിന്റെ മുഴുവനായി ശാഖയിൽ ശങ്കരയിൽ അണിചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പറയാനുള്ള യോഗ്യതയും അർഹതയും ഉണ്ട്. ഉസ്താദുമാരുടെ ഗുരുത്വം, മാതാപിതാക്കളുടെ ഗുരുത്വം ഒക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം. അതുകൊണ്ട് ഈ സംഗമവേദിയിൽ, ഈ സായാഹ്നത്തിൽ ഒന്ന് സംഗമിക്കാൻ ഈ വിനീതൻ കൂടി അവസരം നൽകിയതിലും അവസരം കിട്ടിയതിലും
അള്ളാഹുവിനായിരം ശുക്ർ രേഖപ്പെടുത്തുകയാണ്. പുസ്തക വിവരണങ്ങളെല്ലാം വായിച്ചതിന് ശേഷമേ പറയാൻ കഴിയും. അതൊക്കെ വായിച്ചതിന് ശേഷം ഈ ഭാഗത്ത് എവിടെയെങ്കിലും പ്രഭാഷണത്തിന് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനെ കുറിച്ചൊക്കെയുള്ള അതിന്റെ നിവർത്തനങ്ങൾ, അതിന്റെ വിശേഷങ്ങൾ ആ സമയത്തൊക്കെ ചർച്ച ചെയ്യാം. ഈ സമയത്ത് ഇവിടെ വന്നിരുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു എല്ലാ നന്മകളും ചൊരിഞ്ഞു കൊടുക്കട്ടെ. നല്ല മനോഹരമായ സ്വാഗത ഭാഷണം, അതുപോലെ തന്നെ വിഷ്ണുനാഥിന്റെ പ്രഭാഷണം, സാഹിബിന്റെ പ്രഭാഷണം, ഇനി വരാനിരിക്കുന്ന മറ്റ് പ്രഭാഷണങ്ങൾ, എല്ലാത്തിനും മുമ്പിൽ ഇതിന് നേതൃത്വം കൊടുത്ത പ്രിയങ്കരനായ മുഹമ്മദ് തഹാ സാഹിബ്, അദ്ദേഹമൊക്കെ വളരെ ഭംഗിയായി ഇത് കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ഉസ്താദിനോടുള്ള ബഹുമാനമാണ് കൂടുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒഴുകുന്ന നിലവിന്റെ അവസാന ചലനം വരെയും എഴുതാൻ ബാക്കിയുള്ളത് എഴുതി വെച്ചിട്ട് ഇവിടെ പറയുന്ന ഇത് അദ്ദേഹത്തിന് മീസാനിൽ സ്വലാത്തിൽ സാക്ഷിയാകുന്ന ജന്നാത്തുൽ അഈനിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന അക്ഷരങ്ങൾ മാലാഖമാരായി മാറുന്ന ഒരു സൗഭാഗ്യം അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഒരാൾ വിട പറയുമ്പോഴാണ് നമുക്ക് നഷ്ടമറിയുക. അന്ന് ഒരുപാട് അനുസ്മരണ സമ്മേളനം നടക്കും. ഷൗക്കത്ത് അലി മൗലവി അങ്ങനെയായിരുന്നു, ഷൗക്കത്ത് അലി മൗലവി ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോ ആ മനുഷ്യന്റെ അടുത്ത് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിച്ചിട്ട് നികത്താനാകാത്ത വിടവും കൊണ്ട് നടക്കാനേ മനുഷ്യരെ നിനക്ക് പറ്റും. കേരളം നമ്മുടെ പ്രിയപ്പെട്ട ഉലമാക്കളെ, നിങ്ങൾ ചില രാഷ്ട്രീയക്കാർ സ്നേഹിക്കുന്ന പോലെ മരിക്കുമ്പോ വിടവ് നികത്താനുള്ളതായിട്ട് നിങ്ങൾ കരുതരുത്. മഹാനായ ശൈഖുൽ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഹദറത്തിൽ പ്രഭാഷണം കഴിഞ്ഞ് രാത്രി സിയാറത്ത് ചെയ്യുമ്പോൾ ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഉസ്താദെ, ഇനി അത്തിപ്പറ്റ ഉസ്താദ് മന്ത്രിച്ച തേൻ നമുക്ക് കിട്ടില്ലല്ലോ. അതാണ് ഇനി ഇങ്ങനെ എഴുതാൻ ആളുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ വഫാത്തോടുകൂടി അത് അവസാനിക്കുകയാണ്. അല്ലാഹു ആഫിയത്തുള്ള, ആയുസ്സുള്ള ദീർഘായുസ്, സന്തോഷമുള്ള ദീർഘായുസ്, എഴുതാനുള്ള മെമ്മറി പവറുള്ള ദീർഘായുസ്, കഴിവുള്ള ദീർഘായുസ്, ആ ചിരിയുള്ള ദീർഘായുസ് അല്ലാഹു കൊടുക്കുന്നവരാകട്ടെ. ആരുടെയും മുന്നിൽ തലകുലിക്കാൻ ഇടവരാത്ത, ആരുടെയും മുന്നിൽ വിശക്കുന്നു എന്ന് പറഞ്ഞ് കൈനീട്ടാൻ ഇടവരാത്ത ഒരു സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതാവസാനം വരെയുള്ള യാത്ര അല്ലാഹു നസീബാക്കി കൊടുക്കട്ടെ. അത്തിപ്പറ്റ ഉസ്താദ് വിട പറഞ്ഞപ്പോൾ എഴുതിപ്പോയ 2 വരി ഓർത്തുപോവാണിപ്പോ. കാരണം അതുപോലെ ഒരു അവസ്ഥയായിരിക്കും ഇവിടെയും ഉണ്ടാകാൻ പോകുന്നത്. ആകാശം തേങ്ങിക്കരഞ്ഞു, ഇങ്ങനെ താഴെ സങ്കടപ്പെട്ടിരിക്കാൻ ആലിമീങ്ങളുടെ പിന്നിൽ മുത്തഅല്ലിമീങ്ങൾ, ശിഷ്യന്മാർ, മുഹബ്ബീങ്ങൾ ഉണ്ടാവും. നോവിച്ചിരിക്കുമ്പോൾ വിലയറിയണം, അവരുടെ അടുത്ത് വേണം പൊരുത്തം വാങ്ങണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ സന്തോഷവും ഉസ്താദിനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കൊടുക്കാൻ ആ ദുആയിൽ പങ്കാളികളാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സമയത്ത് വന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷവും കടപ്പാടുമൊക്കെ രേഖപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം നൽകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.